നമസ്കാരം. അഫ്ഗാനിസ്ഥാന്റെ തിരിച്ചടിയിൽ ഭയന്ന 4 പാകിസ്ഥാൻ ഭീകരവാദികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചിരിക്കുകയാണ്, താലിബാനിലേക്ക് അയച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ചർച്ചകൾക്കും സമാധാന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ആദ്യം അഫ്ഗാനിസ്ഥാനെ ആക്രമണം നടത്തിയത്, അതായത് താലിബാനെതിരെ ആക്രമണം നടത്തിയത് പാകിസ്ഥാനായിരുന്നു. കണ്ടഹാർ എയർപോർട്ടിനും സമീപ പ്രദേശത്തും പക്കാട്ടിക പ്രൊവിൻസിലുമൊക്കെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി. ആ ആക്രമണത്തിൽ ധാരാളം അഫ്ഗാൻ പൗരന്മാർക്ക് പരിക്കേറ്റു. പാകിസ്ഥാൻ്റെ അവകാശവാദം എന്ന് പറയുന്നത് പാകിസ്ഥാൻ തെഹ്രീക്ക് താലിബാൻ്റെയൊക്കെ ഭീകരവാദ ക്യാമ്പുകളിലേക്കാണ് ആക്രമണം നടത്തിയത്. തങ്ങൾ നടത്തിയത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു എന്നാണ് പാകിസ്ഥാൻ എത്തവണത്തെയും പോലെ ഇത്തവണയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാനിലെ ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ പറ്റിയ ആയുധങ്ങളൊന്നും തന്നെയില്ല. ഇന്ത്യ നടത്തുന്ന രീതിയിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുവാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ പല സമയത്തും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ പാകിസ്ഥാൻ്റെ ഈ ശ്രമങ്ങളൊക്കെയും അസ്ഥാനത്തായിരുന്നു. കാരണം പല സ്ഥലങ്ങളിലേക്കായി ജനവാസ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ആയുധങ്ങൾ ചെന്ന് പതിക്കുന്നത്. അങ്ങനെ അവിടുത്തെ പൗരന്മാർക്കാണ് പരിക്കേൽക്കുന്നത്. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിച്ചു. പാകിസ്ഥാൻ്റെ കൊഹാത്ത് മിലിറ്ററി കൻറ്റോൺമെൻറ്റിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തിയത്. ഖൈബർ പങ്ക്ത്വ മേഖലയ്ക്ക് അടുത്ത് വരുന്ന മിലിറ്ററി കൻറ്റോൺമെൻറ്റാണ് ഈ കൊഹാത്ത് മിലിറ്ററി കൻറ്റോൺമെൻറ്റ്. അതിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്കാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തിയത്. സിവിലിയൻസിന് പരിക്കേറ്റിട്ടുണ്ട്, പാകിസ്ഥാൻ പൗരന്മാർക്ക് ധാരാളം പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഈ ആക്രമണത്തിൽ വിരളിവുണ്ട പാകിസ്ഥാൻ ഇപ്പോൾ 4 ജിഹാദികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലേക്ക് ആ രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധികളെ വിട്ട് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ഈ ഭയന്ന് പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്തു തരണേ, അല്ലെങ്കിൽ ഇന്ത്യ ഞങ്ങളെ അസ്തമിപ്പിക്കും, ഇന്ത്യ ഞങ്ങളെ അടിമുടി നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ സഹായമൊക്കെ തേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് കുറച്ച് നാൾ ബഡായിയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു സമാധാന ദൗത്യവുമായിട്ട് എത്തിയതും ആ പ്രശ്നം പരിഹരിച്ചതും താനാണ് എന്ന് ട്രംപ് പറഞ്ഞതും. എന്നാൽ ഇതൊന്നും അല്ല വാസ്തവം. ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ സമ്മതിക്കുകയായിരുന്നു, ഓക്കെ, നിങ്ങൾക്ക് അത്ര ഭയമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല, കാരണം ഞങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ആ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭയന്ന വിരളിവുണ്ട്, മറ്റു രാജ്യങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കുന്നത് 4 ജിഹാദികളെയാണ്. നേരത്തെ പ്രത്യക്ഷത്തിലൊന്നും ജിഹാദികൾ തങ്ങളാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നില്ല, പാകിസ്ഥാൻ പട്ടാളം പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുന്നു. അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് 4 ജിഹാദികളെ അയക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ നയതന്ത്ര പ്രതിനിധികൾ എന്ന് പറയുന്നത് ഈ ജിഹാദികളാണ് എന്നാണ് കണക്കാക്കേണ്ടത്. 4 ജിഹാദി, അതിൽ ഫസൽ റഹ്മാൻ ഖലീൽ, അതോടൊപ്പം തന്നെ അബ്ദുൾ ഷാമദ, മോലിസ് സജീസ് ഉസ്മാൻ തുടങ്ങി 4 ഭീകരവാദികളെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഹറത്തുൽ മുജാഹിദീൻ്റെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. പാകിസ്ഥാൻ പട്ടാളക്കാർ പലപ്പോഴും അവരുടെ ആയുധങ്ങൾ ഇവർക്കാണ് നൽകുന്നത്. അവർക്ക് പരിശീലനം കൊടുക്കുന്നതും ഈ പാകിസ്ഥാൻ പട്ടാളം തന്നെയാണ്. പാകിസ്ഥാൻ പട്ടാളക്കാർ പലരും മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഈ ഭീകരവാദികളാണ്. കാരണം 2 പേരും ഹൂറികളുടെ അടുത്താണല്ലോ പോകുന്നത്. അപ്പോൾ ഹൂറികളുടെ അടുത്ത് മര്യാദയ്ക്ക് എത്തിപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നതും ഈ ഭീകരവാദികൾ തന്നെയാണ്. അങ്ങനെ ഭീകരവാദവും പാകിസ്ഥാനും ഒക്കെ കൈയോട് കൈ ചേർത്ത് മെയ്യോട് മെയ് ചേർത്താണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ഈ ഭീകരവാദികളെ അയക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ഒരു തെറ്റുമില്ല. എന്തായാലും പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒത്തുതീർപ്പ് എങ്ങനെയാകും എന്ന് ഇനി ആണ് കണ്ടറിയേണ്ടത്. ഈ ഉമ്മത്തൊക്കെ ഏകദേശം നശിച്ചൊരു മട്ടാണ് ഇപ്പോൾ. എന്താണ് എന്നറിയില്ല. തീവ്രവാദികൾ പരസ്പരം ചേരാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.